ഇതൊരു സിനിമാക്കാരനാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഒട്ടുമിക്ക ഇന്ത്യൻ ഭാഷകളിലെയും സിനിമകളിലൂടെ പ്രശസ്തി നേടിയ ആളുമാണ്. ഓർമ്മിക്കുന്നുണ്ടോ ഈ കലാകാരനെ? ഡേവിഡ് എന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ. മലയാള സിനിമയ്ക്ക് ഈ ഫോട്ടോഗ്രാഫറെ കുറിച്ച് ഓർക്കാനും പറയാനും ഒരുപാടുണ്ട്. ചെറുതല്ല ഈ മനുഷ്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ. നിശ്ചല ഛായാഗ്രഹണ കലയിൽ മലയാള ചലച്ചിത്ര ലോകത്തെ ആദ്യത്തെ പേരുകാരിൽ ഒരാളാണിത്. കാലങ്ങളോളം പ്രശസ്തി അർഹിച്ചു നിന്ന ഒരാളുമാണ്. എൻ്റെ ഫാമിലിയിൽ ആരും അങ്ങനെ കലാപരമായിട്ടുള്ള ഇതിലുള്ളവരാരും ഇല്ല. പക്ഷേ എനിക്ക് ചെറുപ്പം മുതൽ തന്നെ ഫോട്ടോഗ്രാഫിയോട് ഒരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജന്മനാ ഉള്ളൊരു താല്പര്യമാണ്. അപ്പോൾ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് തിരികെ ചെയ്തത്. അന്ന് ചാലക്കുടിയിൽ നമുക്കൊരു എൻ്റെ ഒരു സ്വന്തക്കാരൻ്റെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ ഫോട്ടോഗ്രാഫി ആരംഭിക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് സിനിമയായിട്ട് ബന്ധപ്പെടുന്നതെല്ലാം. പ്രകൃതിയുടെ മോഹനഭാവങ്ങൾക്ക് നേരെയാണ് ഡേവിഡിന്റെ ക്യാമറ ആദ്യം ക്ലിക്ക് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് കൊച്ചു ക്യാമറാമാന്റെ ഫിലിമിലെ കാഴ്ചയ്ക്ക് മുന്നിൽ വിസ്മയമുണർത്തിയ ദൃശ്യങ്ങൾ ഓരോന്നായി പതിഞ്ഞു തുടങ്ങി. യൗവന ആരംഭത്തിൽ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഡേവിഡ് പേരെടുത്തു. വെള്ളി വെളിച്ചം വാരി വിതറുന്ന സിനിമയുടെ ലോകത്ത് എത്തപ്പെട്ടപ്പോൾ മൂവി ക്യാമറയോടായി പിന്നീട് ഇദ്ദേഹത്തിന് കമ്പം. മദ്രാസിലെത്തിയതിന് ശേഷം ജോലിയൊന്നും ശരിയാവാത്തൊരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ ശാരദ സ്റ്റുഡിയോയിൽ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് കയറി, ക്യാമറ അപ്രൻറ്റീസായിട്ട്. അന്ന് സ്റ്റുഡിയോയിലെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായൊരു ഇതായിരുന്നു. അസിസ്റ്റൻസിനോ അപ്രൻറ്റീസിനോ ഒന്നും വന്ന് ഒരു സാലറിയോ അല്ലെങ്കിൽ ഭക്ഷണമോ അങ്ങനെ യാതൊന്നും അവർ കൊടുക്കില്ല. ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, ട്രോളി തള്ളുക, കേബിൾ പിടിക്കുക, അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യാമെന്നല്ലാതെ വേറെ യാതൊരു ജോലിയും നമ്മളവർ തരില്ല. അങ്ങനെ കാലങ്ങളോളം നിന്നാൽ മാത്രമേ ക്യാമറമാൻ ആകാൻ സാധ്യതയുള്ളൂ. അപ്പം ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ ഒരു 8-10 കൊല്ലം നിന്ന് ക്യാമറമാൻ ആകുന്നേക്കാൾ ഭേദമല്ലേ നമുക്കറിയാവുന്ന തൊഴിൽ തന്നെ ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് അത് വേണ്ടാന്ന് വെച്ചിട്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് തന്നെ തിരിച്ചു വന്നത്. സിനിമ ഛായാഗ്രഹണത്തെക്കുറിച്ച് വേണ്ടത്ര അറിവ് നേടിയെങ്കിലും ആ മേഖലയിൽ ചുവടുറപ്പിക്കാനായില്ല. സിനിമയിൽ ജീവിതം അന്വേഷിച്ചിറങ്ങിയ ആൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. പിന്നീട് സിനിമ എന്ന മാധ്യമത്തിന്റെ ഭാഗമായി നിൽക്കാനും അവിടെ സ്വന്തം പേര് എഴുതി വയ്ക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടു ഇദ്ദേഹം. സിനിമയിലേക്ക് ജോയിൻ ചെയ്തത് ഞാൻ ഇവിടെ വന്ന് ഉപജീവനമാർഗമൊന്നുമില്ലാതെ അങ്ങനെ മദ്രാസ് പട്ടണത്തിലൊക്കെ കറങ്ങിയടിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഒരു വളരെ അകന്നൊരു സുഹൃത്തല്ല, എൻ്റെ ഒരു സഹോദരന്മാരെയാണ്, ഞങ്ങളുടെ ഒരു ഡിസ്റ്റൻ്റ് റിലേഷനാണ്. അങ്ങേര് മൂല്യമാണ് ഞാൻ പിന്നെ ഇതിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കിട്ടുന്നത്. നമ്മുടെ ശോഭന പരമേശ്വരൻ നായരെ റിലേഷനിൽ ഒരാളുണ്ട്, ഒരു വാസുണ്ണൻ എന്നും പറഞ്ഞ്. അങ്ങേരെടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തി കഴിഞ്ഞ് അങ്ങേര് വഴിക്ക് എനിക്കൊരു സ്റ്റുഡിയോയിലൊരു ജോലി ഏർപ്പാടാക്കി തന്നു. അവിടെ നിന്ന് ഞാൻ പിന്നെ 1-1.5 കൊല്ലം അവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ശോഭന പരമേശ്വരൻ നായരെ പരിചയപ്പെടുന്നത്. പരമേശ്വരൻ നായർ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ സഹായമായിരിക്കും. പരമേശ്വരൻ നായർ അന്ന് കുറേ പടങ്ങൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് പരമേശ്വരൻ നായരുടെ കൂടിയാണ് സിനിമാ ലൈനിലേക്ക് ഞാൻ വരുന്നത്. അതായത് നിണമണിഞ്ഞ കാൽപ്പാടുകൾ, ഫസ്റ്റ് പിക്ചർ നിണമണിഞ്ഞ കാൽപ്പാടുകളുടെ ഫൈനൽ സ്റ്റേജിലാണ്. അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതിന് ശേഷമുള്ള പടങ്ങൾ മുറപ്പെണ്ണ്, ഭാർഗവി നിലയം മുതലിങ്ങോട്ടുള്ള പടങ്ങൾ, തച്ചോളിയോധേനൻ, അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തില്ല. അങ്ങനെ തുടർന്ന് ഞാൻ കുറേ പരമേശ്വരൻ നായർ വർക്ക് ചെയ്ത എല്ലാ പടങ്ങളും ഞാൻ തന്നെ പ്രോസസ്സിങ്ങും പ്രിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് പരമേശ്വരൻ നായരുടെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. വെള്ളിത്തിരയിലെ സുവർണ താരങ്ങളായ ഒട്ടുമിക്ക അഭിനേതാക്കളുടെയും സ്നേഹവും സൗഹൃദവും നേടാനായ ഒരാളാണ് ഡേവിഡ്. സിനിമാ ലോകത്ത് ഇദ്ദേഹത്തോളം പ്രശസ്തി നേടിയ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും മറ്റധികം പേരില്ല. ഈ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. നമ്മൾ പണിയെടുത്ത പടത്തിൽ പകുതി പടങ്ങളിലും പറഞ്ഞ പ്രതിഫലം ആരും തന്നിട്ടുമില്ല. പിന്നെ അതൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ തന്നെ നമ്മൾ തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തിരുന്നു. കാശ് കിട്ടിയില്ലെങ്കിലും
പണിയെടുക്കുക, നമുക്കൊരു പേരും പ്രസിദ്ധി ഉണ്ടാക്കുക, നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കാനുള്ളതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ തുടർന്ന് അതിൽ നിന്നത്. ഒരുപാട് ആളുകളുടെ ഭാഗ്യ പരീക്ഷണ വേദിയായിട്ടുള്ള സിനിമയിൽ പ്രതിസന്ധികൾ പലതും തരണം ചെയ്താണ് ഡേവിഡ് ചുവടുറപ്പിച്ചത്. അവഹേളനങ്ങളുടെ കയ്പുനീർ കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരിടത്തും ഇദ്ദേഹത്തിലെ കലാകാരൻ തോൽക്കാൻ തയ്യാറായില്ല. അന്ന് കാലത്ത് നമ്മളെടുക്കുന്ന ചിത്രങ്ങൾ മാത്രമാണ് പബ്ലിസിറ്റിക്ക് വരുന്നത്. പിന്നെ മെയിനായിട്ട് വേറൊരു സംഗതിയുള്ളത്, ഇന്നത്തെ പോലെ ഒരേ സ്ട്രെച്ചിൽ അല്ല അന്ന് സിനിമ തീർക്കുന്നത്. ഒരു ഷെഡ്യൂളിൽ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഷെഡ്യൂളിൽ തുടങ്ങുക. അപ്പം 3ഓ 4ഓ ഷെഡ്യൂൾ കൊണ്ടാണ് ഒരു പടം തീർക്കുക. അപ്പോൾ ഈ 4 ഷെഡ്യൂൾ 5 ഷെഡ്യൂളിലാകുമ്പോൾ കഴിഞ്ഞ ഷെഡ്യൂളിൽ നമ്മൾ എന്ത് ഡ്രസ്സ് ഉപയോഗിച്ചിരുന്നു, എന്തായിരുന്നു മേക്കപ്പ്, എന്തായിരുന്നു ഹെയർ സ്റ്റൈല് എന്നുള്ളതൊക്കെ നോക്കുന്നതിന് ഈ ആൽബം ആണ് മെയിനായിട്ട് ഉപകരിച്ചിരുന്നൊരു സാധനം. ഇന്നത്തെ കാലഘട്ടത്തിൽ വീഡിയോ ഒക്കെ വന്നു, അന്ന് അതല്ല, അന്ന് ആൽബമാണ് മെയിനായിട്ടുള്ള ഒരു സാധനം. അപ്പോൾ അത് വളരെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തേക്കാളും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് അന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുക. പിന്നെ പബ്ലിസിറ്റി പടം തുടങ്ങുന്ന കാലം മുതൽ നമ്മൾ എടുക്കുന്ന ഓരോ ചിത്രങ്ങളാണ് ഈ പത്രങ്ങളിൽ വരികയും പടത്തിൻ്റെ പബ്ലിസിറ്റി കൊടുക്കുകയും പോസ്റ്റേഴ്സ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. റോസി എന്ന് പറഞ്ഞ പടം നടക്കുന്ന സമയത്ത് ആ പടത്തിൻ്റെ സ്റ്റിൽസ് കണ്ടിട്ട് അതിൻ്റെ ക്യാമറാമാൻ ഇയൻ ബാലകൃഷ്ണൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഇതിൻ്റെ ഫോട്ടോഗ്രാഫി വളരെ നന്നായിരിക്കുന്നു എനിക്ക് തോന്നി. കാരണം പത്രത്തിൽ വന്ന സ്റ്റിൽസിൻ്റെ ആംഗിൾസും അതിൻ്റെ ലൊക്കേഷനും എല്ലാം കൂടി കണ്ടപ്പോൾ ഇത് നല്ലൊരു പടമായിരിക്കും, നല്ല ഫോട്ടോഗ്രാഫി ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി.